ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് വാഹനങ്ങളിൽ വരുന്ന ട്രാക്ഷൻ കൺട്രോളിനെ കുറിച്ച് സംസാരിക്കണം. ഈ ട്രാക്ഷൻ കൺട്രോൾ എങ്ങനെ ഏത് ടൈമിൽ ഓഫാക്കണം, ഓഫാക്കിയാൽ നമ്മൾ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വാഹനത്തിനകത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ട്രാക്ഷൻ കൺട്രോളിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ട്രാക്ഷൻ കൺട്രോൾ എങ്ങനെയാണ് ഓഫാക്കുക എന്നുള്ളതാണ്. വാഹനങ്ങളിൽ ഒന്നെങ്കിൽ റൈറ്റ് സൈഡിൽ ഈ വാഹനത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ പാനലിലാണ് വരുന്നത്. അപ്പോൾ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഇതേപോലെ വരും. ഇതേപോലെ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ മീറ്റർ കൺസോളിൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫായി എന്ന് പറഞ്ഞിട്ട് ഇതിൽ കാണിക്കും. ഇത് ഓഫായി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നമ്മൾ നല്ലൊരു മഡായിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ കുറച്ച് ചരലായി കിടക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനത്തെ ഏരിയയിലൂടെയൊക്കെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മളെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വീൽ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് കറങ്ങും. ഈ കറങ്ങുന്ന സമയത്ത് നമ്മളെ വാഹനത്തിന്റെ സെൻസർ വർക്ക് ചെയ്ത് കണ്ട് അതിന്റെ കൺട്രോള് കട്ട് ചെയ്യും, വീലിന്റെ കൺട്രോൾ കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് വാഹനം നമുക്ക് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് പോകാൻ പറ്റൂല. ഇത് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഏരിയകളിലൊക്കെ കയറി പോകാന്നുള്ളൂ. വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അത് ഓൺ തന്നെ ആയിരിക്കും. ഒരിക്കലും ഓഫ് ആക്കാൻ പാടില്ല, ഒരു സേഫ്റ്റി ഫീച്ചർ ആണത്. നമ്മളിപ്പോ ഈ പുതിയ ഹൈവേയിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, മഴയുള്ള സമയത്ത് നമ്മളത് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ട്രാക്ഷനെ കൺട്രോളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വാഹനം പെട്ടെന്ന് ആക്സിഡന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ക്രെറ്റ പോലുള്ള വാഹനങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഹോണ്ടയൊക്കെ ഓൾറെഡി ചില ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അതിന്റെ മോഡ് കൊടുക്കുന്നുണ്ട്, ട്രാക്ഷൻ മോഡുകൾ. അതിപ്പോ റെയിൻ ഉണ്ട്, അതേപോലെ തന്നെ സ്നോ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ സേഫ്റ്റി ആയിട്ട് കൊടുക്കുന്നതാണ്. ചില ഏരിയകളിൽ അങ്ങനെ ഓടിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ട്രാക്ഷൻ ലോസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. ഇങ്ങനത്തെ കുറെ ടിപ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ ചാനലും അതെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്ത് വെക്കുക. താങ്ക് യു.